സാറ് പറയുന്നൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഇനി ആ ഒരു പ്രോബ്ലം അവരുടെ മാത്രമല്ല നമ്മുടെ കൂടെ ആണ്. ഹായ്, മൈസെൽ വിഘ്നേഷ്. CSWനെ പറ്റി ഞാൻ അറിയുന്നത് വെച്ചാൽ നാട്ടിലുള്ളൊരു CA സദാനന്ദ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം അങ്ങനെ സാറ് പറഞ്ഞതിന് ശേഷം ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ സാറ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ CSWന്റെ പാർട്ടാകാൻ കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കരിയറിൽ എന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് തന്നെയാണ്. സാറുമാരെ ഞങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പം ഈ ഏതൊരു ക്ലയന്റും നമ്മളെ ഒരു ഗേറ്റ് കടന്ന് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിപ്പം ഈ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഡയറക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ ഇനിയിപ്പം എന്തെങ്കിലും അക്കൗണ്ട്സ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ GST ഇൻകം ടാക്സ് എന്തെങ്കിലും നോട്ടീസുകളോ, അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ഇഷ്യൂസ് കാര്യങ്ങളായിട്ടും ടെൻഷനും കാര്യങ്ങളായിട്ടും അവർ വരുന്നുണ്ടാവാം. അപ്പം അങ്ങനത്തെ ആ ഒരു പ്രോബ്ലംസ് കാര്യങ്ങൾ ഏറ്റെടുത്ത് സോൾവ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ക്രെഡിറ്റ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം ഏതൊരു ഫയലാണെന്നുണ്ടെങ്കിലും 3-4 ചെക്കിങ് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് പോകും. ഞാൻ ചെയ്തൊരു വർക്കാണെന്നുണ്ടെങ്കിൽ സീനിയർ ആയി ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അത് എനിക്കിന്റെ മിസ്റ്റേക്സ് കാര്യങ്ങളായിരുന്നു മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു സീനിയർ ലെവലിലേക്ക് വന്ന് പിന്നെ പ്രൊമോഷനും കിട്ടി. ഞാൻ ഫയൽസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ വേറൊരു ഫേമിൽ നിന്ന് കിട്ടാത്ത അത്ര കരിയർ ഗ്രോത്ത് ആണ് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ എനിക്ക് CSWയിൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇവിടുന്ന് കിട്ടിയതെന്ന് ജസ്റ്റ് ഒരു ട്രെയിനിങ് എന്നല്ല, എൻ്റെ ഒരു കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് ഫൗണ്ടേഷൻ തന്നെയാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് CSWനോട് ബിഗ് താങ്ക്സ്.